കോതമംഗലം കോട്ടപ്പടിയിൽ വനംവകുപ്പിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. കിണറ്റിൽ വീണ കാട്ടാനയെ കരക്ക് കയറ്റാൻ ശ്രമിച്ച മണ്ണുമാന്തി യന്ത്രവും മോട്ടോറും വിട്ടു നൽകാൻ നാട്ടുകാർ തയ്യാറായിട്ടില്ല. മയക്കുവെടി വെക്കാമെന്ന ഉറപ്പ് ഉദ്യോഗസ്ഥർ പാലിച്ചില്ലെന്നും കുടിവെള്ള സ്രോതസ് നഷ്ടമായെന്നും സ്ഥലമുടമ പറഞ്ഞു. വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ കിണർ വറ്റിക്കുകയാണ്. അർജുൻ മട്ടന്നൂർ വിശദാംശങ്ങളുമായി. അർജുൻ, നാട്ടുകാരിപ്പോഴും പ്രതിഷേധത്തിലാണ്. നികേഷ് കുമാർ, തീർച്ചയായും അതെ. ഈ കോട്ടപ്പടി പ്ലാച്ചേരിയിലെ ഈ മേഖലയിലുള്ള ആളുകൾ ഇപ്പോഴും പ്രതിഷേധത്തിലാണ്. ഇതാണ് ഇന്നലെ കാട്ടാന വീണ ഈ കിണർ. ഇവിടെ നിന്ന് 16 മണിക്കൂറോളം പരിശ്രമത്തിനൊടുവിൽ ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് കാട്ടാന ഇവിടെ നിന്ന് കയറി കാട്ടിലേക്ക് പോയത്. എന്തായാലും പക്ഷേ ഈ പ്രദേശവാസികളുടെ പ്രശ്നം ഇതുവരെ അവസാനിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഈ മേഖലയിൽ നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഒരു ജലസ്രോതസ്സാണ് അവർക്ക് നഷ്ടമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു പ്രതിഷേധം ഒരു ഭാഗത്തുണ്ട്. ഇതിൽ ഇന്നലെ ഈ വനംവകുപ്പും മറ്റും ചേർന്ന് ഇതിന്റെ ഒരു ഭാഗം ഇടിച്ചാണ് ഈ കാട്ടാനയെ രക്ഷിച്ചത്. ഇത് പഴയപടിയാക്കി നൽകണമെന്നൊരു പ്രധാനപ്പെട്ട ആവശ്യം ഇവർ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. മാത്രവുമല്ല, ഇവിടെ ഇത് ഈ പൂർവ്വസ്ഥിതിയിലാകുന്നതുവരെ താൽക്കാലികമായി കുടിവെള്ള വിതരണം നടത്തണം തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം ഇന്നലെ ഈ കാട്ടാനയെ മയക്കുവെടി വെച്ച് ഇവിടെ നിന്ന് ദൂരത്തേക്ക് മാറ്റണമെന്നായിരുന്നു. എന്നാൽ മയക്കുവെടി വെക്കാതെ തന്നെ കാട്ടാന പോവുകയാണ് ചെയ്തത്. സ്വാഭാവികമായും വനത്തിനോട് ചേർന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലേക്ക് കാട്ടാന വീണ്ടും വരാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതുകൊണ്ടാണ് നാട്ടുകാർ ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നത്. ഇത്തരത്തിൽ ഈ JCBയും അതോടൊപ്പം തന്നെ മോട്ടോറും ഒന്നും തന്നെ വിട്ടു നൽകാൻ ഇവർ തയ്യാറായിട്ടില്ല. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും ഒക്കെ തന്നെ ഇവിടേക്ക് എത്തി ചർച്ച നടത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ കിണർ നന്നാക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ഈ കിണറിലുള്ള വെള്ളം വറ്റിക്കുന്നുണ്ട്. കുടിവെള്ള ടാങ്കറിൽ വെള്ളവും എത്തിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റു കാര്യങ്ങൾ തുടർ നടപടികളൊക്കെ തന്നെ നാട്ടുകാരുമായി പഞ്ചായത്തും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചർച്ച നടത്തുകയാണ്. നമുക്കൊപ്പം ഈ സ്ഥലത്തിന്റെ ഉടമയായ ആളുണ്ട്. എന്താണ് നിങ്ങളുടെ ആവശ്യം? ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടല്ല അവരിത് ചെയ്തത്. അപ്പം ഞങ്ങൾക്ക് അതിലൊരു ഒട്ടും തൃപ്തികരമല്ല. ഞങ്ങളെ ആനവനെ മയക്കുവെടി വെച്ച് കൊണ്ടുപോകുന്നതാണ് അവർ പറഞ്ഞത്. പക്ഷെ അവരത് അംഗീകരിക്കാണ്ട് ചെയ്തത് ഞങ്ങൾക്ക് ഒട്ടും തൃപ്തികരമല്ല. കാരണം എല്ലാ ജനങ്ങൾക്കും ഭീഷണിയായ ഒരു കാര്യമാണിത്. അപ്പം അവർ ഞങ്ങളുടെ അടുത്ത് കള്ളത്തരല്ലേ ചെയ്തത്. അവർ ഞങ്ങളെ വഞ്ചിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയല്ലേ ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒട്ടും തൃപ്തികരമല്ല ഈ കാര്യത്തോട്. കാര്യം ഞങ്ങളുടെ ഈ ആവശ്യങ്ങളല്ല ഞങ്ങൾക്ക്. പക്ഷെ ഞങ്ങൾ മറ്റെല്ലാ കാര്യം ജനങ്ങളുടെ കൂടെയായിരുന്നു ഞങ്ങൾ. പക്ഷെ ഞങ്ങളെ അവർ വഞ്ചിക്കുകയല്ലേ ചെയ്തത്. ഇനി ഇതുപോലെ ഒരു അവസ്ഥ വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളെങ്ങനെ ഇവർ വിശ്വസിക്കും? ഞങ്ങളുടെ ജീവനും ഇതിനെല്ലാം ഒരു സുരക്ഷ വേണ്ടേ? ഇവരുടെ ആനയുടെ കാര്യത്തിന് മാത്രം സുരക്ഷ മതിയോ? ഈ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങുന്നത് സ്ഥിരമാണ് അല്ലേ? അതെ, ഇത് സ്ഥിരമാണ്. ഒരു 8 വർഷമായിട്ട് ഇത് സ്ഥിരമാണ്. ഇപ്പം ഞങ്ങൾക്കാണ് കൂടുതൽ ശല്യം വന്നേക്കണത്. മറ്റേ വനത്തിന്റെ അവിടെയുള്ള ആൾക്കാർക്കായിരുന്നു. പക്ഷെ ഞങ്ങൾക്കാണ് ഇപ്പോൾ ഇത് വന്നേക്കണത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒട്ടും തൃപ്തികരമല്ല. അവരുടെ ഒരു സജ്ജീകരണം ഞങ്ങൾക്ക് ഒട്ടും തൃപ്തികരമല്ല. അപ്പൊ എന്താണ് ഈ കാട്ടാന ശല്യത്തിന് ഒരു ശാശ്വത പരിഹാരം? അതാണോ ആവശ്യം? അത് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഈ കിണർ വൃത്തിയാക്കുക അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളും ആവശ്യപ്പെടുന്നുണ്ടോ? എന്താണ് വനംവകുപ്പ് എന്താണ് പറയുന്നത്? ഞങ്ങളുടെ ആവശ്യങ്ങൾ അവർ ഇത് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങളോട് പറഞ്ഞ ആ ഒരു ഡിമാൻഡിലല്ലല്ലോ അവർ ആനേനെ ഇവിടുന്ന് കൊണ്ടുപോയത്. അവർ മയക്കുവെടി വെച്ച് കൊണ്ടുപോയി വണ്ടിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അവർ എല്ലാ രീതിയിലും ഞങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് അവർ ചെയ്തിട്ട് പിന്നെ ഞങ്ങൾക്കിപ്പോൾ ഇത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു തന്നിട്ട് എന്താ കാര്യം? നികേഷ് കുമാർ, അങ്ങനെയാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. ഇന്നലെ കോതമംഗലം MLA നേതൃത്വത്തിൽ യോഗം ചേരുകയും നിരവധി ധാരണകൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം ഈ കാട്ടാനയെ ഈ മേഖലയിൽ നിന്ന് മാറ്റുക എന്നുള്ളതായിരുന്നു. അതിനെ മയക്കുവെടി വെച്ച് ഇവിടെ നിന്ന് മാറ്റുമെന്നായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റും പറഞ്ഞത്. എന്നാൽ അത്തരത്തിലല്ല മാറ്റിയത്. അതുകൊണ്ട് തന്നെ ഈ കാട്ടാന വീണ്ടും ഇങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഈ ജനവാസ മേഖലയിൽ ഇറങ്ങി ജനങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഈ പ്രദേശവാസികൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ കാട്ടാന ശല്യം പൂർണ്ണമായും പരിഹരിക്കുക, ഈ കിണർ പഴയപടിയാക്കുക, ഇവിടെ കുടിവെള്ള വിതരണം കൃത്യമായി തന്നെ നടപ്പാക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഇവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. പരിചയമുള്ളൊരു കിണറായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു ചതുര കിണറാണ് എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. ആ ചതുര കിണറിന്റെ ഒരു ഭാഗം പൊളിച്ചിട്ടാണ് ആനയെ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ടാവുക. ആന പരമാവധി വെള്ളം കലക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗം ഇപ്പോൾ കാണാം. ഇന്നലെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളം വറ്റിച്ചതായിരിക്കും അല്ലേ? മുഴുവൻ വെള്ളവും വറ്റിച്ച് ഇനിയിപ്പോൾ ഈ ഉറവയിൽ നിന്ന് വെള്ളം തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ, അതോ ഇനി മഴ വരാൻ കാത്തിരിക്കണോ?
നികേഷ് കുമാർ, ഇന്ന് രാവിലെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റും എത്തി ഈ വെള്ളം വറ്റിച്ചത്. ഇന്നലെ കാട്ടാന വീണ കിണറാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഭാഗം ഇടുക്കുകയും ചെയ്തിരുന്നു. പൂർണ്ണമായും കലങ്ങി ഉപയോഗശൂന്യമായ ഒരു അവസ്ഥയിലായിരുന്നു ഈ കിണർ. അതിനെ തുടർന്നാണ്, നാട്ടുകാരുടെ ആവശ്യത്തെ തുടർന്നാണ് ഈ കിണർ ഇത്തരത്തിൽ വറ്റിച്ചിരിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ ഈ കിണർ വറ്റിച്ചിട്ടുണ്ട് ചേട്ടാ. അപ്പം ഇനിയിപ്പം പഴയ പോലെ ഉറവ വന്ന് വെള്ളം വരാനുള്ള സാധ്യതയുണ്ടോ? ഇത് മുഴുവൻ ഈ ചെളി ഒന്ന് അടഞ്ഞേക്കുവാണ്. ഇത് ക്ലീൻ ചെയ്യണമെങ്കിൽ തന്നെ ഒരു 10 പ്രാവശ്യമെങ്കിലും ക്ലീൻ ചെയ്താലാണ് നമുക്കിത് കുടിക്കാനുള്ളൊരു പരുവത്തിലേക്ക് ആയി എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇതിൻ്റെ അകത്ത് ഭയങ്കര സ്മെല്ലാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇതിൻ്റെ ആനയുടെ ചൂര്, ആനയുടെ സ്മെല്ല് ഭയങ്കരമാണ്. പോരാത്തിന് നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ്, വനത്തിൻ്റെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതുവരെ ഈ കുടിയുടമസ്ഥനോടോ ഈ വീട്ടുകാരോടോ നാട്ടുകാരോടോ ഇവരിവിടെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നോ, അല്ലെങ്കിൽ ഇത് എന്താണ് ഇവിടെ ഇപ്പോൾ വെള്ളം വറ്റിച്ചിട്ടുണ്ട്, അല്ലാണ്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്താ, ഇതിൻ്റെ എസ്റ്റിമേറ്റ് ഇടുന്ന വന്നിട്ടുണ്ടോന്നോ, ഇതൊന്നും ഇവിടെ സംസാരിച്ചില്ല. അവർ വന്നു വെള്ളം പറ്റിക്കുന്ന കാര്യമുണ്ട്. ഇതുവരെ ജനങ്ങളായിട്ടോ അല്ലെങ്കിൽ ഈ ഇതിൻ്റെ ഉടമസ്ഥരോ ഇതുവരെ ഒരു കാര്യങ്ങളും ഇവിടെ സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത് എന്താ തീരുമാനം എന്നുള്ളത് ഇവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇത് പറയാണ്ട് നമ്മളിവിടെ ആൾക്കാർ ഇത് അറിയാൻ വേണ്ടിയാണ് ഇവിടെ ആൾക്കാർ വന്നിരിക്കുന്നത് തന്നെ. ഇതുവരെ ഇവരാരും ഈ ഉദ്യോഗസ്ഥർ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അവർ വന്ന് വെള്ളം പറ്റിക്കുന്നു. ഇത് കൂടുതലൊന്നും ഇവിടെ ആരോടും സംസാരിച്ചിട്ടില്ല. ഈ സംസാരിക്കാണ്ട് നമ്മൾ അറിയുന്നത് ഇത് എസ്റ്റിമേറ്റ് ഇടാൻ ആൾ വന്നിട്ടുണ്ടോന്നോ, അല്ലെങ്കിൽ ഇതിന് ചുറ്റുമുതൽ കിട്ടുമെന്നോ, ഇത് എങ്ങനെ ക്ലീൻ ചെയ്യുമെന്നോ, ഇതിന് എന്നാ കല്ല് കൊണ്ടുവരുന്ന പരിപാടികൾ, കരിങ്കല്ല് കൊണ്ടുവരണം, ഇതൊന്നും ഇവിടെ ആരോടും സംസാരിച്ചിട്ടില്ല. ഇവർ വരുന്നു ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കുടുംബക്കാരെ അറിയിക്കട്ടെ തന്നെ സംഭവം. ഞങ്ങൾ അതറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ കൂടിയേക്കുന്നത്. ഇതുവരെ ഉത്തരവാദിത്തപ്പെട്ട ആരും ഇവരോട് നമ്മൾ സംസാരിച്ചിട്ടില്ല. ഓക്കെ, അക്കാര്യത്തിൽ വ്യക്തമാണ്. ഞാൻ അർജുൻ മട്ടന്നൂരിലേക്ക് നമുക്ക് കൂടുതൽ അപ്ഡേഷൻ വരുമ്പോൾ ഞാൻ വീണ്ടും ബന്ധപ്പെട്ടോളാം. ഏതായാലും നാട്ടുകാർക്ക് അവരുടേതായിട്ടുള്ള പരാതി ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഒരു ആന വന്ന് കിണറ്റിൽ വീഴുന്നു, അതിനെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ പുറത്തേക്ക് എത്തിക്കുന്നു. കിണർ വറ്റിക്കണം, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ആനച്ചൂരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് 10 പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് ക്ലീൻ ചെയ്താൽ മാത്രമേ ക്ലീൻ ആവൂ, കുടിക്കാനുള്ള വെള്ളം എടുക്കാനാകൂ എന്നുള്ളതാണ് നാട്ടുകാരുടെ ഇപ്പോഴത്തെ പ്രതിസന്ധി.